ഹലോ, എല്ലാവർക്കും നമസ്കാരം. ഇന്നൊരു അൺബോക്സിംഗ് ആണ്. ഓൾറെഡി അൺബോക്സ് ചെയ്തൊരു പ്രൊഡക്റ്റ് തന്നെയാണ്. ഐപാഡ് 11th ജനറേഷനാണ്. A16 ചിപ്പുള്ള 128 GB മെമ്മറിയോട് കൂടിയിട്ടുള്ള പ്രൊഡക്റ്റ്. ബ്ലൂ കളറിലുള്ളതാണ് പ്രൊഡക്റ്റ് എടുത്തേക്കുന്നത്. അത്യാവശ്യം നല്ല മാറ്റ് ഫിനിഷോട് കൂടിയിട്ടുള്ളൊരു പ്രൊഡക്റ്റാണിത്. ഇതിൻ്റെ ഫിംഗർ ടച്ച് ഐഡിയും കാര്യങ്ങളെല്ലാം വരുന്നത് ഈ ടോപ്പിലാണ്. സ്റ്റോറേജിൻ്റെ 128 ആണ്. അടുത്ത് ഡാവിഞ്ചി റിസോൾവ്, ഫൈനൽ കട്ട് പ്രോ ഇതിൽ ഇൻസ്റ്റാൾ ചെയ്തിട്ടുണ്ട്. ഇതാണ് ഇതിൻ്റെ ഒരു ഇൻ്റർഫേസ് വരുന്നത്. അത്യാവശ്യം നല്ല ക്വാളിറ്റി ഉണ്ട്, ഫാസ്റ്റാണ് കാര്യങ്ങൾ അതിൽ വർക്ക് ചെയ്യാനും എല്ലാം. ഫൈനൽ കട്ട് പ്രോ നമ്മൾ യൂസ് ചെയ്യുമ്പോഴത്തേന് ജോഗ് വീല് കാര്യങ്ങളെല്ലാം ഉണ്ട്. യൂസ് ചെയ്യാണ്ട് കുറച്ച് എളുപ്പമാണ്. ഞാൻ നോർമലി യൂസ് ചെയ്യുന്നത് അത്യാവശ്യം VN എഡിറ്ററും യൂസ് ചെയ്യാറുണ്ട്. VN എഡിറ്ററും ഫൈനൽ കട്ട് പ്രോ, ഡാവിഞ്ചി റിസോൾവ് ഇതാണ് ഞാൻ യൂസ് ചെയ്യുന്ന സോഫ്റ്റ്വെയർസ്. അത്യാവശ്യം നല്ല നീറ്റ് ആൻഡ് ക്ലീൻ പീസാണ്, സ്ലിം ആണ്, C പോർട്ടാണ് വരുന്നത്, സിംഗിൾ ക്യാമറ. ഇതിൻ്റെ കൂട്ടത്തിൽ വരുന്നത് ഇത് 20 വാട്ട് ഫാസ്റ്റ് ചാർജറാണ്. C2C ആണ് കേബിൾ വരുന്നത്. ഇത് കുറച്ച് ക്വാളിറ്റിയുള്ള ഒരു പ്രൊഡക്റ്റാണ്. ഈ ഒരു ടെക്സ്ചർ വരുന്ന ടൈപ്പിലാണ് ഇത് കൊടുത്തേക്കുന്നത്. അത്യാവശ്യം കുറച്ച് ക്വാളിറ്റി ഉള്ളതാണ്, ലോങ് ലാസ്റ്റ് ചെയ്യുന്ന പ്രൊഡക്റ്റാണ്. ഇതിൻ്റെ കണക്ടിവിറ്റി ഞാൻ യൂസ് ചെയ്യുന്നത് ഇത് ബെൽക്കിൻ്റെ USB Type-C ഹബ്ബാണ് യൂസ് ചെയ്യുന്നത്. WD-യുടെ ഹാർഡ് ഡിസ്ക് ഉണ്ട്, ഇത് കണക്ട് ചെയ്ത് കാണിക്കാം. Type-Cയിലോട്ട് USB-യിലോട്ട് കണക്ട് ചെയ്ത് വെച്ച് കഴിഞ്ഞിട്ടുണ്ടല്ലേ WD-യുടെ ഇത് ഫയലൊന്നും ആഡ് ഓൺ ചെയ്തിട്ടില്ല. പെൻ ഡ്രൈവ് കണക്ട് ചെയ്യാം. ഇതിനകത്ത് നമുക്ക് ഈസിയാണ്. അതുപോലെ തന്നെ മെമ്മറി കാർഡുകൾ, ഇതിൻ്റെ ഫോണിലുള്ള ഡേറ്റാസ് മുഴുവൻ ഞാൻ അതിലോട്ട് കോപ്പി ചെയ്ത് വെച്ചേക്കുന്നതാണ്. ഇതെല്ലാം വളരെ ഈസിയായിട്ട് നമുക്ക് ഡാറ്റ ട്രാൻസ്ഫർ ചെയ്യാനായിട്ട് സാധിക്കുന്നുണ്ട്. എൻ്റെ നേരത്തെ ഇരുന്ന ഐപാഡ്
8th ജനറേഷനാണ്. അപ്പോൾ അതിനെ അപേക്ഷിച്ച് നോക്കുമ്പോഴത്തേക്ക് വളരെ ഫാസ്റ്റാണ്. സ്റ്റോറേജും സ്റ്റാർട്ടിങ് വരുമ്പോഴത്തേക്ക് തന്നെ 128-ലാണ് തുടങ്ങുന്നത്. ഇപ്പോഴത്തെ അവരുടെ ആപ്പിളിൻ്റെ സൈറ്റിൽ കിടക്കുന്നത് ഓൾമോസ്റ്റ് 35,000 രൂപയാണ്. ഇപ്പോൾ ഓഫർ പ്രൈസിൽ ഇത് എനിക്ക് കിട്ടിയേക്കുന്നത് 30,000 രൂപയ്ക്കാണ്. നമ്മുടെ ഫ്രണ്ടിൻ്റെ ക്രെഡിറ്റ് കാർഡും കൂടെ വെച്ച് യൂസ് ചെയ്തപ്പോഴത്തേക്കാണ് എനിക്ക് 29,990 ഈ ഐപാഡ് ബഡ്ജറ്റായിട്ട് കിട്ടിയത്. പിന്നെ അത് കൂടാതെ ഞാൻ യൂസ് ചെയ്യുന്ന വേറെതാണ് ഒരു WD തന്നെയാണ്. NVMe അതിൻ്റെ ഒരു എൻക്ലോഷർ മേടിച്ച് യൂസ് ചെയ്യുന്നത്. അത് ഫയലൊന്നുമില്ല, പക്ഷേ ഇതെല്ലാം വളരെ ഈസി ആയിട്ട് നമുക്ക് ഫയൽ ട്രാൻസ്ഫർ ചെയ്യാൻ എല്ലാത്തിനും വളരെ ഈസി ആയിട്ട് ഉപയോഗിക്കാവുന്നതാണ്. മസ്റ്റായിട്ട് നിങ്ങൾ ഇത് കണക്കത്തെ ഒരു Type-C ഹബ്ബ് ഇതിന് എന്തായാലും ഇതിൻ്റെ കൂടെ മേടിക്കേണ്ടി വരും. കണക്ടിവിറ്റി കാര്യങ്ങളെല്ലാം കുറച്ചുകൂടെ ഈസി ആയിട്ട് അകത്തേ കൂടെ നടക്കും. ഇത് അത്യാവശ്യം നമ്മൾ ഇതിൻ്റെ കൂടെ അത്യാവശ്യം വേണ്ട മറ്റൊരു പ്രൊഡക്റ്റും കൂടെ ഉണ്ട്. കാരണം ഇതിൽ സ്ക്രാച്ച് ഒന്നും വീഴാതിരിക്കേണ്ട നല്ലൊരു കേസ് വേണം. ഞാൻ മേടിച്ചേക്കുന്ന ഡീർ എന്നുള്ള ബ്രാൻഡിൻ്റെയാണ് മേടിച്ചേക്കുന്നത്. അത്യാവശ്യം നല്ല ക്വാളിറ്റി ഉണ്ട്, നല്ല സോഫ്റ്റ് ആയിട്ടുള്ളൊരു സർഫേസാണ് ഇതിലുള്ളത്. ഇതിൻ്റെ അകത്താണ് ഞാനിത് സൂക്ഷിക്കുന്നത്. അപ്പോൾ അത്യാവശ്യം നല്ല സേഫായിട്ടിരുന്നോളൂ. നമ്മുടെ ആവശ്യത്തിനനുസരിച്ച് നമുക്ക് ചരിച്ച് എങ്ങനെയാണെന്നുള്ള ആംഗിൾ സെറ്റ് ചെയ്യാം വളരെ ഈസി ആയിട്ട്. നല്ല ക്വാളിറ്റി ഉള്ളൊരു പ്രൊഡക്റ്റാണ്. നോർമലി ഇങ്ങനെ വെച്ചാൽ സ്ലീപ്പ് മോഡിലോട്ട് പോകും, ലോക്കായി. എന്തായാലും മേടിക്കുമ്പം ഇതുകൊണ്ടുള്ളൊരു കേസ് അത്യാവശ്യം മേടിക്കണം. ഇതിൻ്റെ ലോങ് ടൈം റിവ്യൂ ഒരു 2 മാസത്തിന് ശേഷം അപ്ലോഡ് ചെയ്യുന്നതാണ്. ഇനിയിപ്പോൾ അടുത്ത 7-ാം തീയതി തിങ്കളാഴ്ച വെളുപ്പിന് ഒരു ഓൾ ഇന്ത്യ ട്രിപ്പ് പോകുന്നുണ്ട്. അപ്പോൾ അതിന് വേണ്ടിയിട്ടാണ് ഇതിപ്പം എടുത്തേക്കുന്നത്. അത്യാവശ്യമുള്ള യാത്രയിലുള്ള എഡിറ്റിങ്ങും കാര്യങ്ങളെല്ലാം ഇനിയിപ്പോൾ ഇത്തരാണ് ചെയ്യുന്നത്. അതിനുശേഷം ട്രിപ്പ് പോയിട്ട് വന്നിട്ട് ഇതിൻ്റെ ഒരു യൂസർ റിവ്യൂ ഇടുന്നതായിരിക്കും. അപ്പോൾ ഓക്കെ, താങ്ക് യു.